ഹായ്, ഞാൻ നിരീഷ് മഞ്ചേരി. ഞാനൊരു രണ്ട് കാര്യം പറഞ്ഞിട്ട് പോകാം. അധികം നീട്ടണില്ല. വേറൊന്നല്ല, നമ്മുടെ യുദ്ധം നടക്കണില്ലേ, ഇറാൻ, അമേരിക്ക, റഷ്യ, അല്ലെ ഇസ്രായേൽ, അവർ തമ്മിലുള്ള യുദ്ധം. അപ്പം അതിനെക്കുറിച്ച് പറയാനാണ്. അതിൽ ആരാണ് ജയിക്കുക, ആരാണ് തോൽക്കുക. എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഉണ്ടാ. കാരണം ഒരാളെ ഒരു 10 ആൾ 20 ആൾ കൂടി തല്ലാണ്. ഇറാനെ സപ്പോർട്ട് ചെയ്യില്ല. ഇറാനെ ഒരു അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ, അങ്ങനെ വലിയ വലിയ രാജ്യങ്ങളും ചെറിയ രാജ്യങ്ങളും തമ്മിൽ എല്ലാവരും കൂടി അടിക്കണം. നമ്മളിപ്പോൾ ഒരാളെ 10 ആൾ തരണമായി, 10 ആൾ 15 ആൾ തരണമായി. അപ്പോൾ ആയുധം കൊണ്ട് അവരിൽ സെറ്റപ്പ് ഇല്ലെങ്കിലും അവരുടെ ജനസംഖ്യ എന്ന് പറഞ്ഞത് 9 കോടി ജനങ്ങളാണ്. 9 കോടിയാണെന്ന് തോന്നുന്നു. പട്ടാളക്കാർ 8 ലക്ഷം 10 ലക്ഷം പേരുണ്ട്. അപ്പോൾ ഈ 8 ലക്ഷം പട്ടാളക്കാരെ കൊല്ലാൻ എത്ര സമയം പിടിക്കും? വേണ്ട. നമുക്ക് അവിടെ കുറേ കുട്ടികളെ കൊന്നിട്ടുള്ള കാരണം, സ്കൂളിൽ കുട്ടികളെ കൊന്നില്ല കാരണം എല്ലാവരും ഒന്നായിട്ടുണ്ട് ഇറാനിൽ. അപ്പോൾ ഇറാനിലെ കുട്ടികളെ കൊന്ന കാരണം ഈ 5 കോടിയാണ് ആദ്യം ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നത്, ഖമേനിയുടെ ടീമിനെ. ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനിൽ. അപ്പോൾ ഈ 9 കോടി ജനങ്ങളെ കൊല്ലാൻ എത്ര സമയം പിടിക്കും? അതാണ് ചോദ്യം. കാരണം മുസ്ലിംസ് എന്ന് പറയുമ്പോൾ അതിൽ അവർക്ക് മരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗമാണ്. അപ്പോൾ സ്വർഗത്തിൽ പോവുക എന്നാണ് മരണത്തിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നത്. മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവുക എന്നാണ്. അപ്പോൾ അവരുടെ നേതാവ് സ്വർഗത്തിൽ പോയെന്നാണ് അവർ പറയുന്നത്, ഖമേനി. അപ്പം ഇനി ഇവർ എത്ര യുദ്ധം ചെയ്താലും ഇപ്പോൾ 4 ദിവസം 5 ദിവസം യുദ്ധം ചെയ്തപ്പോഴേക്കും നമ്മുടെ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഒരു 30 ദശലക്ഷം കോടി ഡോളറാണ് ചിലവായിട്ടുള്ളത്. ആകെ 4 ദിവസം 3 ദിവസം യുദ്ധം ചെയ്തപ്പോഴേക്കും 700 ആളെ മരിച്ചിട്ടുള്ളൂ. അപ്പം ഈ 9 കോടി ജനങ്ങളെ കൊല്ലണമെങ്കിൽ എത്ര കോടി ഡോളറും എത്ര എത്ര അവർക്ക് കടക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിലേക്ക്? കാരണം 9 കോടി ആൾക്കാർ ഒരു കല്ല് പിടിച്ച് നിന്നാൽ മതി, അവർക്ക് ഒരു 50,000 പട്ടാളക്കാർ വന്നു കഴിഞ്ഞാൽ കടക്കാൻ പറ്റില്ല, എത്ര ആയുധം ഉണ്ടെങ്കിലും. അത് സാധാരണ നമ്മൾ ഒരു ഇതുമാതിരിയല്ല. അതുതന്നെയാണ് ഇവർ പറഞ്ഞത്. അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ അടുത്ത് അമേരിക്ക തോൽക്കാൻ കാരണം ഇതാണ്. അവിടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും പട്ടാളക്കാരായി. ഇപ്പോൾ റഷ്യ, യുക്രൈൻ, അവിടെയും ജനങ്ങൾ മൊത്തം പട്ടാളക്കാരാണ്. അപ്പോൾ ഒരു 50,000 പട്ടാളം കയറിയിട്ടും കാര്യമില്ല, അവരെല്ലാവരും കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേ സംഭവം തന്നെയാണ് അമേരിക്കക്കാർ ഒരു 50,000 പട്ടാളക്കാർ വന്നു എന്നായിരിക്കും കരയുദ്ധം. അവർക്കങ്ങോട്ട് കടക്കാൻ പറ്റില്ല. എത്ര ആളെ വെടിവെച്ച് കൊല്ലാൻ പറ്റും? അവരും തോക്ക് പിടിച്ചായിരിക്കണം. ഇപ്പോൾ ഹമാസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിനെ അവസാനിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇസ്രായേലിന്. ഹിസ്ബുള്ള, ഹൂതി, ഇവരൊന്നും അവസാനിക്കുന്നില്ല. പിന്നെ ഈ ഇത്രയും വലിയ 9 കോടി ജനങ്ങൾ ഒരുമിച്ച് അവസാനിക്കാൻ പറ്റും. അപ്പം എന്തുണ്ടാവും? അവസാനം അമേരിക്കയും ഇസ്രായേലും എല്ലാവരും കൂടി കാല് പിടിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവസാനിക്കുന്നുണ്ട്, അവിടെ ഒരു കടലിടുക്കുന്നുണ്ട്. അതുകൂടെയാണ് ലോകം മൊത്തം. അതിൽ 50% ആൾക്കാർ കടലിൻ്റെ ഈ വ്യാപാരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് കടലെടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇവർ ആക്രമിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ തീവ്രവാദ സെറ്റപ്പിലായിരിക്കും, ഈ ഹൂതികളുടെ മാതിരി. അപ്പോൾ അതിലൂടെ ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അമേരിക്കയും ലോകരാജ്യങ്ങൾ മൊത്തം അമേരിക്കാനും ഇസ്രായേലിനും കുറ്റം പറയും. അപ്പോൾ അവർ കാര്യം പിടിക്കേണ്ടി വരും. ഇതാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്കറിയാം അമേരിക്കയെ, നീ എവിടെയൊക്കെയാണ് തോറ്റത്, നീ എവിടേക്കാണ് വിജയിച്ചതെന്ന്. അപ്പം നിന്നെ തോൽപ്പിക്കാനുള്ള കഴിവ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. കാരണം അവരുടെ രാജ്യത്തെ ജനങ്ങൾ മൊത്തം അവരുടെ കൂടിയാണ്. അപ്പം എന്തുണ്ടാവും? ഇനി ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇസ്രായേലിനും സപ്പോർട്ട് ചെയ്തിട്ടില്ല, അമേരിക്കനും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇറാനും സപ്പോർട്ട് ചെയ്തിട്ടില്ല. നടക്കാൻ പോണ കാര്യമാണ്. എൻ്റെ ഇത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവമാണ് ഇനി വരാൻ പോകണം. അപ്പോൾ എത്ര കൊല്ലങ്ങൾ ഇവർ യുദ്ധം ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ ഇറാൻ ഈ യുദ്ധത്തിൽ ജയിക്കുമ്പോൾ ഇത് അവസാനിക്കാൻ വരുമ്പോൾ ഇവർ പറയും, ഞങ്ങൾക്ക് ഇത്ര കെട്ടിടങ്ങൾ പോയിട്ടുണ്ട്, ഇത്ര കാശ് നഷ്ടം വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത്ര കോടികൾ വേണം, ഞങ്ങളുടെ ആൾക്കാർ മരിച്ചാനൊക്കെ അവർക്ക് ഇത്ര പൈസ കൊടുക്കണം, നിങ്ങളിതൊക്കെ പണിത് തരണം എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ റെഡി ആകുമ്പോഴാണ് ഈ സാധനം കോംപ്രമൈസ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് എവിടെ വരെ പോകുന്നു ആര് പറഞ്ഞാലും നിൽക്കില്ല. കാരണം ഒരു ഖമേനി കഴിഞ്ഞ് കഴിഞ്ഞാൽ
യുദ്ധം അവസാനിച്ചു എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ ഖമേനി പോയി അടുത്ത ഖമേനി വന്നു, അടുത്ത ഖമേനി പോയി പിന്നത്തെ ആൾ വന്നു. അങ്ങനെ ഈ 9 കോടി ജനങ്ങളും ഖമേനിയായി മാറണം. ഖമേനി നല്ല പേര് ഞാനൊരു സൂത്രത്തിൽ പറഞ്ഞു. അപ്പം ഒരു നേതാവ് കഴിഞ്ഞാൽ അടുത്ത നേതാവ് വരാമെന്ന്. അങ്ങനെയാണ്. ഒരു കല്ല് പിടിച്ചു തന്നു കഴിഞ്ഞാൽ 9 കോടി ജനങ്ങൾ ഒരു കല്ല പിടിച്ചിരിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 50,000 പേരില്ല, 18 ലക്ഷം പേർക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അപ്പോൾ ഇറാൻ തോൽക്കോ, ഇസ്രായേൽ തോൽക്കോ, അമേരിക്ക തോൽക്കോ, ഇതിങ്ങൾ പറയും. ആ ശരി.